എൻ്റെ പേര് സെറാഫി. ഞാൻ വിഴിഞ്ഞത്തു നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് എനിക്ക് 4 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. എനിക്ക് 50,000 രൂപയുടെ കടം എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഒരിടവും പോയി കിട്ടിയില്ല. ഞാൻ ചെറുമോളുടെ അനിയത്തിയുടെ മോളുടെ വീട്ടിൽ പോയി എപ്പോഴും സങ്കടം പറയാറുണ്ട്. സിന്ധ്യാത്രയുടെ വീട്ടിൽ പോയി. അപ്പം മോള് പറഞ്ഞു, അമ്മ നീ ധ്യാനം കൂടും, അതിനു മുമ്പ് നമ്മുടെ ഇടപാട് തീരും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവനുള്ള കാലം വരെയും ഞാൻ വന്ന് ധ്യാനം കൂടും, എല്ലാവരെയും ഞാൻ വിളിച്ചു കൊണ്ടുവരും, എനിക്ക് ഈ ഒരു കടവും മാറ്റി തന്നാൽ മതി. അപ്പോഴും പറഞ്ഞു, ഓമാം കടം മാറും, നമ്മൾ പോകുന്നതിന് 2 ദിവസത്തിന് മുമ്പേ ഈ കടം തീരും. എനിക്ക് കടം തീർക്കുന്നത് എൻ്റെ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി. ഒരു മിനിറ്റ്, ഇവിടെ തിരിച്ചറിഞ്ഞോ കേൾക്കുക. ഈ ധ്യാനം കൂടാൻ തീരുമാനമെടുക്കാൻ സിന്ധി യാത്ര പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് 50,000 രൂപയുടെ ബാധ്യതയുണ്ട്, അത്യാവശ്യം പൈസയുടെ കാര്യം റെഡി ആയാലേ പറ്റുള്ളൂ. ഉടനെ തന്നെ ആ പൈസ ഈ ധ്യാനം കൂടാൻ തീരുമാനം എടുത്തപ്പോൾ ആ സഹോദരി പറഞ്ഞ പ്രകാരം തീരുമാനം എടുക്കുകയും ഈ സഹോദരിക്ക് ആ പൈസ കിട്ടുകയും ചെയ്തതിൻ്റെ നന്ദിയായിട്ടാണ് ഇപ്പോൾ ഈ ധ്യാനത്തിൽ കൂടാനായിട്ട് സാധിച്ചത്. ഒന്ന് നന്ദി പറഞ്ഞ് കരണ്ടടിച്ചേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡോളി. ഞാൻ വിശ്വാസമില്ലാതെയാണ് ഇവിടെ വന്നെത്തിയത്. ഞാൻ ഒരുപാട് സങ്കടത്തിലൂടെയാണ് ഞാൻ ഇവിടെ വന്നെത്തിയത്. പക്ഷേ ഷീജാചേച്ചി കഴിഞ്ഞ മാസം വിളിച്ചപ്പോഴും ഞാൻ ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ മാസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വരും, പക്ഷേ ഞാൻ 5 ധ്യാനത്തിന് കൂടുമെന്ന് വിശ്വാസത്തോടെ പോകുന്നു. എൻ്റെ മക്കളെയും കൊണ്ട് സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചെത്തുന്നത്. പക്ഷേ ഇന്നലെ മിക്കൽ മാലാഹയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഇറങ്ങിപ്പോകുന്നതായിട്ട് രംഗം ഞാൻ കണ്ടു. മാതാവിനെ എൻ്റെ കൈകളിലും ഉണ്ണീശോ എൻ്റെ കൈകളിലും വന്ന് അമ്മ മകളോട് പറയുന്നത് പോലെ, നീ ഒന്നിനും ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും, നിന്റെ മക്കളെ ഞാൻ സംരക്ഷിക്കും, നിന്റെ ജീവിത പങ്കാളിയെ ഞാൻ കാത്തുകൊള്ളും. ആ ഭവനത്തിൽ നിന്നും എല്ലാ ദുഷ്ടാരൂപികളും പോയെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പരിശുദ്ധമ്മ ഈ 5 ധ്യാനം കൂടുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടാണോ തീരുമാനം എടുത്തത്? അല്ല, മാതാവിൻ്റെ എന്നോട് വന്ന് പറഞ്ഞ ആ പ്രകാരം ഞാൻ കൂടുവാൻ തീരുമാനിച്ചു. ഇവിടെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ 5 ധ്യാനം 6 ധ്യാനം എന്ന് പറഞ്ഞ് നിങ്ങൾ വല്ല കാശ് കൊടുത്ത് ഇറക്കുമതി ചെയ്തിട്ടാണോ കൂടിക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കാശ് കൊടുത്ത് ഇറക്കുമതി ചെയ്തിട്ടില്ല. ഇവരോട് 5 ധ്യാനം കൂടണമെന്ന് 6 ധ്യാനം കൂടണം ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. പരിശുദ്ധ അമ്മ ബോധ്യം കൊടുത്താണ് പലരും 1, 2, 3, 4, 5 ഒക്കെ ഇവിടെ കൂടുന്നത്. സ്വർഗീയ അഭിഷേക ധ്യാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ധ്യാനത്തിനും പുത്തൻ അഭിഷേകങ്ങളും പുതിയ കൃപയുടെ വ്യത്യസ്തമായ നീർച്ചാലുകൾ സ്വർഗം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരിക്കലും കൂടിയവർക്ക് ഒരിക്കലും പുതിയത് പഴയതാണെന്ന് തോന്നത്തില്ല. ഓരോ ധ്യാനവും പുതിയതായിരിക്കും, പുത്തൻ അനുഭവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച്. എൻ്റെ പേര് ലിജിൻ. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വരാൻ ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്ക് എക്സാമിൻ്റെ ഇതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കിന് അതിന് അറ്റൻഡൻസിൻ്റെ മാർക്കും അതുപോലത്തെ കാര്യങ്ങൾ വേണമായിരുന്നു. അപ്പം അത് കുറവായിരുന്നുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് ഞാനിത് ഇവിടെ വന്നിട്ട് എങ്ങനെയാണെങ്കിലും പരീക്ഷ എഴുതാൻ പോകുന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്നെ മൊത്തത്തിൽ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എന്നെ സ്പർശിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്പർശിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാതെ ഞാൻ പുറകിലോട്ട് മറിയുമ്പോൾ എന്നെ സാരി മാതാവ് എന്നെ താങ്ങി മടിയിൽ കിടത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ അനുഭവം ഇതാണ്. കൂടാതെ ഈ മകന് പലതവണ പരിശുദ്ധാത്മാവിനെ ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിശക്തമായ ഒരു അഭിഷേകമായി ഈ മകൻ്റെ പേര് കൊടുത്തിരുന്നത്. ഈ മകൻ്റെ ഹൃദയമൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുക. ഒരു ഭാരവുമില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗീയ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇവൻ മാതാവിൻ്റെ മടിയിലേക്കാണ് ഓരോ പ്രാവശ്യവും ആ അഭിഷേകത്തിൽ വീണത്. മൊത്തം ആ വീഴ്ച വീണത് നിങ്ങൾ പലതും കണ്ടു കാണും. അതുപോലെ വീണാൽ ഇങ്ങനെ നിൽക്കുമോ? ഇവനൊരു പോറൽ പോലുമില്ല. ഇവൻ ആരുടെ കയ്യിലൊക്കെ വീണേ? മാതാവിൻ്റെ മടിയിലേക്കാണ് വീണത്. ഒത്തിരി സ്വർഗീയ അനുഭവം ഈ മകൻ നൽകിയവർക്ക് നമുക്കൊന്ന് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ. താങ്ക് യു. എൻ്റെ പേര് രേഷ്മ എന്നാണ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് അസ്വസ്ഥതയിലാണ് ഇരുന്നത്. ഈ പ്രാർത്ഥനയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് അതെല്ലാം മറന്ന് വേറൊരു രീതിയിലായി ഞാൻ മാറി. എനിക്കിഷ്ടം ഇല്ലാണ്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഞാൻ അടുത്ത മാസം ഇവിടെ തന്നെ വരും.
കാണാൻ പറ്റി. എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ കണ്ടു. ഓ, മാതാവിനെ കണ്ടു ഞാൻ. എനിക്ക് വിശ്വാസം വന്നു. ഞാൻ അടുത്ത മാസം എന്തായാലും വരും. ഓ, പോയി. പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് കട്ട് ചെയ്യരുത്. കർത്താവ് ഈ മകൾക്ക് മനസ്സിൽ ആത്മാവിൽ എല്ലാം ഉണ്ടാകും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം എടുത്തു മാറ്റി സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും അതോടൊപ്പം തന്നെ മാതാവിനെ കാണാൻ പറ്റി, ഈശോയെ കാണാൻ പറ്റി, ഒത്തിരി സന്തോഷമായി. അടുത്ത പ്രാവശ്യവും ഇനിയും ധ്യാനത്തിന് വരുമെന്നാണ് ഈ സഹോദരി പറഞ്ഞത്. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. സീരജ്, എൻ്റെ വീട് തൃശ്ശൂരാണ്. 20 കൊല്ലമായിട്ട് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ 3ാമത്തെ ധ്യാനമാണ്. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് കൂടി, പിന്നെ വൈഫായിട്ട് വന്ന്, ഇത് 3ാമത്തെ ധ്യാനമാണ്. ഫസ്റ്റ് ധ്യാനം ബ്രദർ നിർബന്ധിച്ചിട്ട് വന്നതാണ്. എനിക്ക് നല്ല മാനസിക ഒരു പ്രശ്നത്തിലാണ് വന്നത്. ഒത്തിരി ജോലി മേഖല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ധ്യാനത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനം കൂടി പോയി. എനിക്ക് ഭയങ്കരമായൊരു മാറ്റം എനിക്ക് കമ്പനിയിൽ നിന്ന് എനിക്ക് തന്നു. എനിക്ക് എൻ്റെ ജോലീനെ എൻ്റെ ബോസ് മാനിച്ച് എനിക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ, എൻ്റെ കുറേ ആനുകൂല്യങ്ങളൊക്കെ വെട്ടി കുറച്ചതായിരുന്നു, അതൊക്കെ എനിക്ക് തിരിച്ചു തന്നു. പിന്നെ രണ്ടാമത് ഞാൻ വൈഫായിട്ട് ധ്യാനത്തിന് വരാൻ പറഞ്ഞ ബ്രദർ, ഞങ്ങൾ വന്നതിന് ശേഷം അതിന് വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് പിന്നീട് കിട്ടിയത്. ഞങ്ങളുടെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂട്ടി തന്നു. പിന്നെ എനിക്ക് പല പല സൗകര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നു. പിന്നെ ബ്രദർ പറഞ്ഞ് വിചാരിച്ചില്ല, പിന്നെയും ഒരു ധ്യാനം ഞാൻ ജൂണിലൊക്കെ ലീവിന് വരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇടയിൽ വന്നിട്ട് ഒരു 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ധ്യാനത്തിന് മാത്രമായിട്ടാണ് ദുബായിൽ നിന്ന് ഇവിടെ വരണത്. ഇത് ആക്ച്വലി ലീവിന് വരേണ്ടതല്ല. അപ്പോൾ ഈ ധ്യാനത്തിന് വരാൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ദൈവം കാണിക്കുന്നുണ്ട്, സീരജ് പറ്റിങ്ങ വരാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ഇത് പറഞ്ഞു. അപ്പോൾ ബ്രദർ എപ്പോൾ പറയുകയാണെങ്കിലും ഞാൻ റെഡിയാണ്, കാരണം എനിക്ക് ഈ മുന്നേ അനുഭവം ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ബ്രദർ എപ്പോൾ പറഞ്ഞോ ഞാൻ ഓക്കെയാണ് പറഞ്ഞു. ബ്രദർ പറഞ്ഞു. അപ്പം ഞാൻ തീരുമാനിച്ചു, വന്ന് ശരി പോകാമെന്ന് തീരുമാനിച്ചു. വയ്ക്കുക തന്നെ എൻ്റെ മെയിലിൽ ഒരു ഇത് കിടക്കും, മെസ്സേജ് കിടക്കും, നിനക്കൊരു റിട്ടേൺ ടിക്കറ്റ് ഓഫർ ഉണ്ട്, 6 മാസത്തിൻ്റെ ഉള്ളിൽ അത് യൂസ് ചെയ്യണം. എയർ അറേബ്യയാണ് അത് പർച്ചേസ് ചെയ്തപ്പോഴുള്ള എൻ്റെ ഓഫറിന് വന്നതാണ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ശരി, ഇത് പ്രാർത്ഥിച്ചപ്പോഴേക്കും നമുക്ക് ഒരു ധ്യാനത്തിന് കൂടാൻ തീരുമാനിച്ചപ്പോഴേക്കും എനിക്കൊരു ടിക്കറ്റ് പോലും കർത്താവ് ഓഫർ ചെയ്തു. അത് ഒരു അനുഭവമായിരുന്നു. പിന്നെ ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് മുന്നേ 2 ധ്യാനം ഞാൻ കൂടിയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത് എൻ്റെ 3ാമത്തെ ധ്യാനമാണ്. ഇത് മുന്നേ 2 ധ്യാനത്തിലും കിട്ടാത്തൊരു അനുഭവം എനിക്ക് ഈ പ്രാവശ്യം ഉണ്ടായി. എനിക്ക് ഒരു ദേവനെ തൊടണ പോലെ ഒരു അനുഭവം എനിക്ക് മുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കറിയാം, മുന്നേ 2 ധ്യാനത്തിനും എനിക്ക് അത്ര വലിയ അനുഭവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ധ്യാനത്തിന് എനിക്ക് നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും തീരെ പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മളൊരു കാണുന്ന രീതിയല്ല, പിന്നെ മൊത്തത്തിലൊരു അസ്വസ്ഥതയായിരുന്നു. പിന്നെ ഒന്നാമത് ഞാനൊരു വീട്ടിലൊന്നും പറയാണ്ട് ഡയറക്റ്റ് ഇവിടെ വരുന്നു, ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്നു. പിന്നെ വീട്ടിൽ അവിടെ ദുബായിലാണെങ്കിൽ അവിടെ വൈഫും പിള്ളേരും മാത്രമാണ്. അതിൻ്റെ ഒരു ടെൻഷൻ. അവർ അവിടെ എന്താക്കും, 3 കുഞ്ഞു പിള്ളേരുകളാണ്. ഇപ്പോൾ കഴിഞ്ഞെല്ലാകുമ്പോൾ 1 വയസ്സും കൂടി താഴെയാണ്. ഇപ്പോൾ മൂത്ത മകന് ഇപ്പം 8 വയസ്സ്, 2ാമത്തെ ആൾക്ക് 6, 3ാമത്തെ ആൾക്ക് 4 ആണ്. കഴിഞ്ഞെല്ലാകുമ്പോൾ 1 വയസ്സും കൂടി താഴെയാണ്. അപ്പോൾ ഈ പിള്ളേരെ കാര്യം എളുപ്പമല്ല, ഒറ്റയ്ക്ക് വൈഫ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് എൻ്റെ അനുഭവം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കൂടാതെ ദൈവം ഈ മകന് ആത്മീയമായ മേഖലയിലാണെങ്കിലും ഭൗതികമായ മേഖലയിലെല്ലാം കർത്താവ് ഈ ധ്യാനങ്ങൾ കൂടിയ ശേഷം ഒത്തിരി മാറ്റങ്ങൾ വരികയുണ്ടായി. ഈ സഹോദരൻ്റെ കമ്പനി മുതലാളി ഒരു വിജാതീയ സഹോദരനാണ്. ശരിക്കും പറഞ്ഞാൽ മുതലാളി വേറെയാണെങ്കിലും തൊഴിലാളി കമ്പനി നോക്കേണ്ട അവസ്ഥയാണ്. കർത്താവ് ഈ സഹോദരനായിട്ട് ഉത്തരവാദിത്തം ഒത്തിരി, ഒരു 3-4 കമ്പനിയുടെ മാനേജറായിട്ട് തന്നെ കർത്താവ് അതിൻ്റെ സെക്ഷനെല്ലാം കൊടുത്തേക്കുക. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. കോവിഡ് 2 പേർക്കും ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോയി എന്ന സഹോദരൻ 2 പേരുണ്ടായിരുന്നു. അതിലൊരു സഹോദരൻ, ഇവർക്ക് 2 പേർക്കും ഒരുമിച്ച് കോവിഡ് വന്നു. കോവിഡ് കാലത്ത് ആ സഹോദരൻ മരിച്ചുപോയി. അങ്ങനെ കമ്പനിയിൽ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിലേക്ക് പോരാടുന്ന സമയത്താണ് ഈ സഹോദരൻ ആദ്യമായിട്ട് എന്നെ വിളിച്ചത്. ഇവിടെ അത്ഭുതമെന്ന് പറയട്ടെ, ഈ പരിശുദ്ധമ്മയുടെ രക്തക്കണി ജപമാല അദ്ദേഹത്തിന് വേണ്ടി അന്ന് 100 രക്തക്കണിമാല ചൊല്ലി പ്രാർത്ഥിച്ച ശേഷം നിയോഗം തരാൻ പറഞ്ഞു. ഞാനതിന് 100 ചൊല്ലി പ്രാർത്ഥിച്ച് അന്ന് ഫോണിൽ വിളിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണമായി വിടുതൽ കിട്ടി. പുള്ളി തീരുമാനമെടുത്തു, ഞാൻ ജോലി റിസൈൻ ചെയ്ത് പോരുന്നില്ല, അവിടെ നിൽക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് നോക്കിയേ,
എല്ലാം പോയി തിരിച്ച് നാട്ടിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് അന്ന് 1-2 കമ്പനിയാണെങ്കിൽ ഇന്ന് 4 കമ്പനിയുടെ മാനേജായിട്ട് ഉയർത്തുകയും കുടുംബസമേതം അവിടെ നിൽക്കാനും അവിടെ നന്നായി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആത്മീയമായ മേഖലയിലും ഭൗതികമായ മേഖലയിലും കർത്താവ് നല്ല രീതിയിൽ അനുഗ്രഹിച്ച് ഉയർത്തിനോട് നമുക്ക് നന്ദി പറഞ്ഞ് കരങ്ങടിച്ച് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റീന, എൻ്റെ മോളുടെ പേര് ലിസബത്ത്. ഞങ്ങൾ വെളിയനാട് നിന്ന് വരുന്നു. 2 വർഷമായിട്ട് എനിക്ക് ജോലിയില്ലാതെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു. ആ സമയത്താണ് ഞാൻ ജിൻസ് ബ്രദറിനെ വിളിക്കാനിടയായത്. അപ്പം ജിൻസ് ബ്രദർ എന്നോട് പറഞ്ഞു രക്തക്കണ്ണീർ ജപമാല പ്രാർത്ഥിക്കാൻ. എൻ്റെ കയ്യിൽ രക്തക്കണ്ണീർ ജപമാല ഒന്നുമില്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള കൊന്ത വെച്ച് ഞാൻ ജപമാല ചൊല്ലി. വീണ്ടും എനിക്ക് ഒരുപാട് വിഷമം വീണ്ടും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പം ജിൻസ് ബ്രദർ ഇവിടെ കൗൺസിലിംഗ് ചെയ്യുന്ന സാലിമ ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചേച്ചിയെ വിളിച്ചു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തു. അവിടെ നിന്ന് വിളിച്ചു. പക്ഷേ ഈ 2 വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. അപ്പം ഈ സാലിമ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, റീന നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഉള്ള ഹോസ്പിറ്റലുകളിലെല്ലാം വിളിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വിളിച്ചു. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പം പിറ്റേ ദിവസം വരാനാണ് പറഞ്ഞത്. ഞാൻ വെളിയനാട് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ മൺഡേയിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റിട്ടേൺ ടെസ്റ്റും ഓറലും ഉണ്ടായിരുന്നു. അമ്മ മാതാവും ഈശോയും എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നു. അതുകൂടാതെ ഞാനിവിടെ ചേച്ചി പറഞ്ഞു ധ്യാനം കൂടിയിട്ടേ ജോയിൻ ചെയ്യാവുള്ളെന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അവർ പെട്ടെന്ന് ജോയിൻ ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ധ്യാനത്തിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കൂട്ടിയിട്ട് ഞാൻ വന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സമ്മതിച്ചു. ഞാൻ ഈ മൺഡേയിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്ന ധ്യാനത്തിന് ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് ഭാഷാവരം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അതുകൂടാതെ എനിക്ക് പ്രത്യേകമായിട്ടൊരു മനസ്സിന് ഒത്തിരി സന്തോഷം. ഇങ്ങനെ തണുത്ത കാറ്റ് എൻ്റെ ശരീരത്തിലേക്ക് പലതവണ ഇങ്ങനെ അടിക്കുന്ന പോലൊരു ഇതുണ്ടായി. അതുപോലെ എൻ്റെ മോക്കാണെങ്കിലും സാരിമാതാവിനെ കാണാനായിട്ട് ഉള്ള അനുഗ്രഹം ലഭിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ സഹോദരി വിളിച്ച സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യം കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അത്ര ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാലിം ചേച്ചീനെ ഏർപ്പാടാക്കി കൊടുത്തു. ചേച്ചി അതിൻ്റെ രീതിക്ക് ഭംഗിയായിട്ട കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ചേച്ചി ഒത്തിരി വില കൊടുത്ത് പ്രാർത്ഥിച്ചു. ഈ സഹോദരിക്ക് തമ്പുരാൻ തീരുമാനമെടുത്ത് രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും തിരുവനന്തപുരത്ത് നല്ലൊരു ജോലി നേഴ്സിംഗ് ആയിട്ട് വീണ്ടും ജോലി കൊടുക്കുകയും ചെയ്തു. ഈ ധ്യാനത്തിന് ഒത്തിരി ദൈവാനുഭവം നൽകുകയും ചെയ്തു.